സൂചനയാണ് ജില്ലാ ഹർത്താൽ സൂചന മാത്രം സൂചന കണ്ട് പഠിച്ചേ വീട്ടിൽ പോകുന്ന ഇന്ന് ജില്ലാ ഹർത്താലാണ്. ആരെ ഹർത്താലെന്ന് അറിയില്ല എനിക്ക്. ജില്ലാ ഹർത്താൽ ജംഗ്ഷനിൽ പീതാംബരനൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് വരുന്ന വാഹനങ്ങളൊക്കെ തടഞ്ഞോളാം. ഒരു സത്യട്ടാ, നമ്മളൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് എല്ലാ ഹർത്താലിനും ഈ പത്രത്തിനെയും പാലിന്റെ അകത്തോണ്ട് ഒഴിവാക്കണം? അത് കൂടി ബ്ലോക്ക് ആയിക്കൂടെ നമുക്ക്? എടോ, അത് അവശ്യ സാധനങ്ങളല്ലേ. എങ്ങനെയാണ് അവശ്യ സാധനമാണ്? ഒരു ദിവസം പാൽ വെച്ച് ചാവുടിച്ച് നിങ്ങളവിടെ മയ്യത്തായി പോകും, ഒരു ദിവസം പത്രം വായിച്ച് നിങ്ങളവിടെ മയ്യത്തായി പോകും. അത് മൊയ്തൂക്കം മനഃപൂർവ്വം പറയണല്ല. ഇതിന്റെ ഏജൻസി സത്യേട്ടനാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാണ്ടല്ലോ. സത്യ നേതാവേ, ഹർത്താലിന് കുടിവെള്ളം വരെ മുട്ടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇതാണ് ഹർത്താലിന്റെ സ്പിരിറ്റ്. ഇത് എന്തിനാന്ന് അറിയില്ല, നല്ല ആവേശത്തിലാ. ഞാൻ മുദ്രാവാക്യം ഒന്നും വിളിക്ക്. കൊതുക് ഡെങ്കി കൊതുക് അല്ലേ കൊല്ലം വല്ലാണ്ട് കൂടിക്കണോ കൊതുക്. കഴിഞ്ഞ കൊല്ലം ഇത്ര ഇല്ല. എങ്ങനെ ഉണ്ടാവും? കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഭരണമല്ലേ, ഇപ്പൊ ഭരണം മാറിയില്ലേ? അതേ വരും വണ്ടി. പീതാംബരനെക്കാണ് എന്താക്കാണ് അങ്ങോട്ട് പറ്റേ. എന്താണ് ഹർത്താലെന്ന് അറിയില്ല നിങ്ങൾക്ക്? വണ്ടി എടുത്തോണ്ട് ഇറങ്ങിക്ക. ചേട്ടാ, ഹോസ്പിറ്റലിൽ പോകണ്ടതാ. ആർക്കത്? എന്റെ സഹോദരന് തീരെ വയ്യ. എന്താ പറ്റിയേ? പനി. ഇതുപോലെ പനിയാണ് മരിപ്പാണെന്ന് പറഞ്ഞ് പല യോഗ്യന്മാരും പോയിട്ടുണ്ട്. ഇനി ഇതിവിടെ നടക്കില്ല. അയ്യോ അല്ല, ഞാൻ നുണ പറയണതല്ല, ഞാനൊരു ടീച്ചറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. എന്റെ ടീച്ചർമാർ നുണ പറയില്ലേ? അത് നടക്കുന്ന കാര്യമല്ല. ഇന്ന് ഹർത്താലാണ്, നിങ്ങളെ വണ്ടിയിലേ പോവില്ല. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ നിങ്ങൾ പ്ലീസ്. ടീച്ചറെ കാര്യം മാത്രം നോക്കി നമ്മ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുന്നു. ഇതിപ്പോ ഹർത്താൽ എന്ന് പറഞ്ഞ ആദ്യത്തെ സംഭവം ഒന്നും അല്ലല്ലോ കേരളത്തില്. ഇതിന് മുൻപ് ഉണ്ടായപ്പോഴെല്ലാം ഹോസ്പിറ്റല്, കല്യാണം ഇതെല്ലാം ഒഴിവാക്കി തന്നിട്ടുണ്ട്. പിന്നെ എന്താ ഇന്നിപ്പോ ഇത്ര പ്രത്യേകത? ഇത് അങ്ങനത്തെ ഹർത്താലല്ല. ഇത് ഞങ്ങളുടെ ജില്ലാ നേതാവ് സത്യേട്ടൻ ആഹ്വാനം ചെയ്ത ഹർത്താലാണ്. സത്യേട്ടൻ ദൈവമൊന്നുമല്ലല്ലോ. സത്യേട്ടനെ കുറിച്ച് പറഞ്ഞ വേഷം പറഞ്ഞാലും നടക്കില്ല. ഞാൻ എന്റെ സഹോദരനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കും. പെങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്ന ഹർത്താലാണിത്. അതിന് നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. ഇതിപ്പോൾ നിങ്ങളുടെ ഒരു സഹോദരൻ്റെ കാര്യം. ഇങ്ങനെ ഈ പനി മൂലം എത്ര ആളുകൾ കേരളത്തിൽ മരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്ന ഹർത്താലിൽ നിങ്ങൾ സഹകരിക്കില്ലേ വേണ്ടത്? സഹകരിച്ചാൽ പറ്റൂ. ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ അമ്മായി 5 ദിവസമായി പഞ്ച് കിടക്കണേ. നമ്മൾ നാളെ കാണിക്കാൻ ചേച്ചി നിൽക്കുക, അതറിയോ? അത് ഞാനെന്ന് പറയണേ. എനിക്ക് എന്റെ സഹോദരൻ സുഖമില്ലാതിരിക്കുകയാണ്, ഹോസ്പിറ്റലിൽ കാണിക്കണം. ഞാൻ കാണിക്കും. ഒരു രക്ഷ ഇവിടെ പോലീസ് ഉണ്ടോന്ന് സത്യേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. എനിക്കൊന്നും സംസാരിക്കാൻ ഞാൻ ഇവിടെ കാല് പിടിക്കാം. ഒന്ന് ഞങ്ങളെ വിടൂ. ഞാൻ പറയുന്നത് മനസ്സിലാക്കാദ്യം. ഇന്ന് ഹർത്താൽ ദിവസമാണ്. ഇന്നൊന്നും നടക്കില്ല. നാളെ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? എനിക്ക് നിങ്ങൾ ഈ പറയുന്നത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആരാ നിയമം കയ്യിലെടുക്കാൻ അധികാരം തന്നത്? അതെ, ഇവിടെ കടന്ന് വേഷം കെട്ടെടുക്കണ്ട. മുട്ടുകാല് തല്ലി ഒടിക്കും. പിന്നെ ഈ കാറ് തല്ലി പൊളിച്ചിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്യും. എന്താ വേണ്ടത്?